ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുരുകും വേദനയിൽ ആൺകിളിയ കഥ പാടി എന്ന് പാടുമ്പോൾ ഞങ്ങൾ സാറിൻ്റെ കൂടെ പാടി. ഇലകൊഴിയും ശിശിരത്തിൽ. അല്ലെങ്കിൽ തോന്നുന്നു ജഗദീഷ് ചേട്ടൻ്റെ ഒരു സിനിമയിൽ പഞ്ചമീരാവല്ലേ ചന്ദ്രൻ റിച്ചില്ലേ അതൊക്കെ ഓർമ്മയുണ്ടോ? ആ കാലഘട്ടത്തിലെ ജഗതി ചേട്ടൻ ഉത്സവമേളത്തിനകത്തൊരു പെർഫോമൻസ് ഉണ്ട്, രാമ ശ്രീരാമ. അത് ശരിക്കും ഉർവശി ചേച്ചി എഴുതിയതാണെന്ന് എനിക്ക് 1-2 സ്ഥലങ്ങളിൽ കാണുന്നു. തോർത്തുമുണ്ടൊക്കെ എടുത്തിട്ട് തല കെട്ടിട്ട് ശ്രീരാമ പറഞ്ഞ് ഡാൻസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്തത്. ആക്ച്വലി ഈ പാട്ട് പാടണമെങ്കിൽ മുന്നേ പലരും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഞാനല്ല എന്ന് ധരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി എനിക്ക് മാനസികമായി വല്ലാത്തൊരു വിഷമൊക്കെ വരുമ്പോൾ ഈ കവിതയാണ് ഇട്ടിങ്ങനെയൊക്കെ ഞങ്ങളും ഭയങ്കര എന്താ പറയുക, നമ്മളെ എവിടേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർ. ഇതിനിടയിൽ വിട്ടുപോകാൻ പാടില്ലാത്ത പേരാണ് ഗിരീഷ് ചേട്ടൻ്റെ പേര്. കാനനക്കുയിലിന് കാതിലിണാനൊരു കനകനിലാവിന് കയ്യിലിടാനൊരു അതിൽ ഓ ഓ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. 14ാം രാവിന്റെ പിറ പോലെ വന്നല്ലോ സുഖമുള്ള വേദനയുണ്ടല്ലോ, അതൊക്കെ എന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യുന്നതും നമ്മള് മദ്രാസിൽ പോണതും അവിടെ ആളുകളെ കൊണ്ട് പാടിപ്പിക്കുന്നതും റീ റെക്കോർഡിങ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ക്യാമറയുടെ മുകളിലൊക്കെ ഭയങ്കര പേടിയാണ്. ഏഷ്യനെറ്റിൻ്റെ ഏതോ ക്യാമറമാൻ വന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് എന്താ പറയേണ്ടതെന്ന് ഒരു പേടി. ഞാൻ നേരെ ബാത്റൂമിൽ ചെന്ന് കഥകൾ അടച്ച് ഒളിച്ചിരുന്നു. മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ദേഹം പോയതിനു ശേഷമാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ഇപ്പൊ കാലഘട്ടത്തിലൊക്കെ നായകന്മാരെയും നായികമാരെയൊക്കെ കൊണ്ട് പാടിക്കുക, ഇല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് പാടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കഥാനായകനകത്ത് ഈ ഗുഡ് മോർണിംഗ് സോങ്ങിൽ ജയറാമ് പാടിയിട്ടുണ്ട്, ഇന്ദ്രൻസേട്ടൻ പാടിയിട്ടുണ്ട്, എല്ലാവരും അങ്ങനെ അതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അന്നൊരു പുതുമയായിരുന്നു. ഇന്നിപ്പോ അത് ചെയ്യാറുണ്ട്, പൊതുവിൽ ചെയ്യാറുണ്ട്. പക്ഷെ അന്ന് ആ പുതുമ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു കൊള്ളാലോ. അല്ല, അത് എന്താന്ന് പറയുക, നമ്മള് അത് മറ്റ് ആളുകൾ പാടിനേക്കാൾ നന്നായിട്ട് അവരുടെ വോയിസ് വന്നപ്പോൾ ഭയങ്കര ഇഫക്റ്റീവ് ആയിരുന്നു. കാരണം പടം കണ്ടപ്പോഴേ അവരുടെ വോയിസ് ആണല്ലോ. അതേ സമയത്ത് മറ്റുള്ളവർ പാടിയ നന്നായിരിക്കും, പക്ഷെ കുറച്ചും കൂടി നല്ല സുഖം ഉണ്ടായത് അവരവർ പാടിയപ്പോൾ തന്നെ. അതുപോലെ തന്നെ ബ്ലസ്സിയുടെ ഒരു പടമുണ്ട്, തന്മാത്ര. ഇതളൂർന്നു വീണ് പരതാൻ വെറുതെ അങ്ങനെ എന്തൊരു പാട്ട്. അപ്പോൾ ഇത് ജേട്ടൻ പാടി, അസ്ലായി പാടി. പക്ഷെ പടത്തിൽ മോഹൻലാൽ ഒരു ആവറേജാണ് പാടിയത്. പക്ഷെ അത് പടത്തിന് ഭയങ്കര ഫീലുണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ തന്നെ വോയിസ് വന്നുകൊണ്ട് കൂടിയാണ്. അത് അദ്ദേഹം വിറച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ, ഓർമ്മയില്ലാത്ത രീതിയിൽ പാടുന്നുണ്ടല്ലോ, ഭയങ്കരമായിട്ടുണ്ട്. അതിന് ക്ലൈമാക്സിലും ജേട്ടൻ പാടിയതാണ് ഇട്ടത്. അത് വേറൊരു മൂഡാണ്. അത് ചേട്ടൻ വളരെ മനോഹരമായി പാടിയിട്ടുണ്ട്. വേറെ ലെവൽ പാട്ടാണ്. അതെ 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 അതെ. ഈ ശരിക്കും ബ്ലസ്സിയെ കാണുന്നത് പത്മരാജൻ സാറിന്റെ കൂടെ ഉള്ളപ്പോൾ സ്കോർ ചെയ്യാൻ പോയപ്പോഴാണ് പരിചയം. എന്ന് വെച്ചാൽ പത്മരാജൻ സാറിന്റെ ഇന്നലെ എന്ന് പറഞ്ഞ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ പത്മരാജൻ സാറിന്റെ കൂടെ ബ്ലസ്സി ഉണ്ട്. അതിനുശേഷം വൈകിട്ട് ഞാനും ബ്ലസ്സിയും ഇവിടെ ട്രെയിനിൽ, മദ്രാസിൽ ട്രെയിനിൽ, ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അവിടെ ഇറങ്ങുന്ന സമയത്ത് പുള്ളി 2-3 കഥകൾ പറഞ്ഞു എന്നോട്. നമുക്ക് അടുത്ത ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പം നിന്നെ വിളിക്കാട്ടോ പറഞ്ഞു. കഴിഞ്ഞു എത്രയോ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ഫോൺ വരുന്നു, മോഹൻ സിത്താരല്ലേ? ആണ്, ഞാൻ ബ്ലസ്സിയാണ്. അപ്പം ബ്ലസ്സിനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല, ഇത് ആരാണെന്നുള്ളൊരു സോറി എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ പത്മനാഭൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് അങ്ങനെ എന്തായിരുന്നു. അപ്പം പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ നമുക്കൊന്ന് ഇരിക്കണം, തിരുവല്ല നമുക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഗസ്റ്റ് ഹൗസിലാണ്
എന്നിട്ട് അവിടെയാണ് ഇരുന്നിട്ട് ഇത് കമ്പോസ് ചെയ്തത്. ബ്ലസ്സിയുടെ എത്ര 4-5 പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് പിന്നെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. നീർമിഴി പീലിയൊക്കെ നമ്മൾ ആകർഷിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് എന്നെ തള്ളിയിട്ടൊരു പാട്ടാണ്, അത് കവിതയാണ് ശരിക്കും. ദൈവത്തിന്റെ വികൃതിക്കകത്ത് സാർ എഴുതിയിട്ടുള്ള ഒരു സാധനമുണ്ട്. അതിൽ ഇടയ്ക്കുള്ള വരികൾ വരുന്ന സമയത്ത് അറിയാതെ നമ്മൾ പാടിപ്പോകുന്ന ഒരു വരിയാണ് ശരിക്കും. അതായത് ഇങ്ങനെയാണ്, അതുണ്ട്, അത് ഭയങ്കര ഡെപ്തിലുള്ള സാധനം. അതിന് മുമ്പ് എന്നെ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്തിട്ടുള്ള ഒരു സാധനമുണ്ട്. ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. സാർ അസാധ്യമായിട്ട് പാടിക്ക. എന്നിട്ട് ജീവനുരുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴ എങ്ങു വേറെ. കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശം എങ്ങു വേറെ എന്ന് ചോദിക്കുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ പുളകം കൊള്ളില്ലേ. എന്നിട്ട് ഈ പറയുന്ന പോലെ സാറ് പറഞ്ഞില്ല അടരുവാൻ വയ്യ, അതൊന്ന് ചൊല്ലാവോ സാറേ? അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ. അപ്പോൾ ഇതിന് മുന്നേ ഇതിൻ്റെ റെക്കോർഡിങ് ട്രിവാൻഡ്രം തരംഗ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്ത്. ലെനിൻ ചേട്ടനുണ്ട്. അപ്പോൾ മധുസൂദൻ സാറ് എഴുതി, അതൊക്കെ നമ്മൾ കമ്പോസ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ എന്നുവെച്ചാൽ പുള്ളി ഉണ്ടാക്കിയ പാട്ട് പുള്ളിക്ക് പെട്ടെന്ന് പാടാൻ പറ്റും. മറ്റൊരു മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത പാട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അദ്ദേഹം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടാണ് പഠിച്ചത്. പക്ഷെ അതിഗംഭീരമായി അദ്ദേഹം പാടി. കാരണം നമ്മൾ അദ്ദേഹം തന്നെ എഴുതിയത് കൊണ്ട് ഓരോ വരികളിലും ആത്മാവ് കണ്ടെത്തിയിട്ടാണ് അദ്ദേഹം അത് പാടിയത്. പക്കാ കവിതയുടെ മൂടുണ്ടല്ലോ, അതൊരു കവി ആയതുകൊണ്ടാണ് അദ്ദേഹം അതത്ര മനോഹരമായി പാടിയത്. ആക്ച്വലി ഈ പാട്ട് പാടണമെങ്കിൽ മുന്നേ പലരും ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഞാനല്ല എന്ന് ധരിച്ചിരിക്കുന്നുണ്ട്. മധുസൂദൻ സാർ എഴുതിയ വരിയാണ്, സാർ ചൊല്ലാറുമുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. പക്ഷെ ഒരു തെറ്റിദ്ധാരണ കൂടെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ONV സാർ എഴുതിയ വരിയാണോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നീട് അത് ക്ലിയർ ആയി, നമ്മളൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളത്. മധുസൂദൻ സാറാണ് എഴുതിയത്. പാടി നോക്കട്ടോ, എനിക്ക് ഹാർമോണിയത്തിലെ സുരത്തിലെ ഒരു കുഴപ്പമുണ്ടെന്നാലും ഞാൻ പാടി നോക്കാം. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു, എൻ്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു, ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഇത് നമ്മൾ കവിത ചെയ്യുമ്പോഴേ നമ്മൾ ആ വരികളിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കണം. ഏത് വാക്കിനാണോ അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് എൻ്റെ ചിറകിനാകാശവും നീ തന്നു, ഒരു ആകാശത്തിൻ്റെ അത് ലിറിക്ക് മറ്റേ സിനിമ പാട്ടുകളിൽ അത് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. നമ്മളൊരു ട്യൂൺ ചെയ്യുമ്പോൾ ഇപ്പോൾ അരികെ എന്നൊരു വാക്കാണ് നമ്മൾ തുടക്കം വേണ്ടെന്ന് വെച്ചാൽ, അരികെ അങ്ങനെ ശരിക്കും കമ്പോസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അരികെ അരികെ ആ ഒരു മൂഡിലായിരിക്കണം. ഇപ്പൊ അകലെ അകലെ അങ്ങനെയാണെന്ന് വെച്ചാൽ ആ വാക്കിന് അത് ആപ്റ്റാണ്. അത് അരികെ അങ്ങനെ പാടില്ല, കമ്പോസ് ചെയ്യുമ്പോൾ പാടില്ല. പലരും ഇപ്പം നോക്കാറില്ല. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് നോക്കണം. ഞാൻ ആക്ച്വലി എനിക്ക് മാനസികമായി വല്ലാത്തൊരു വിഷമൊക്കെ വരുമ്പോൾ ഈ കവിതയാണ് ഇട്ടിങ്ങനെയൊക്കെ ഞങ്ങളും ഭയങ്കര എന്താ പറയാ, നമ്മളെ എവിടേക്ക് കൊണ്ടുപോകുന്ന ഒരു അടരുവാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബ്രേക്കപ്സ് നമ്മൾ ഓർക്കും. എന്ന് വെച്ചാല് അത് അടരുവാൻ വയ്യ തന്നെയാണ്. അത് എന്ന് വെച്ചാൽ അത് പറയാൻ വാക്കുകളില്ല, അത്ര ഫീലിലാണ് അത് പാടിയിട്ടുള്ളതും. അതിൻ്റെ എഴുത്തും അങ്ങനെ തന്നെയാണ്. പ്രണയത്തിൻ്റെ ഒക്കെ അവസ്ഥയുണ്ടല്ലോ, അത് ശരിക്കും ഇതിനകത്ത് അത് പ്രണയിച്ചവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. കാരണം അടർന്നു പോകാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് അത്. പ്രണയനഷ്ടം ഇല്ലെങ്കിൽ ഒരു പ്രണയനഷ്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം, പക്ഷെ സ്വന്തം അനുഭവങ്ങളിലും കൂടെ കടന്നു പോകണ്ടേ സാറേ, അത്രയൊക്കെ തീവ്രമായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ. അതെ, അത്
അത്രയും നമ്മൾ പ്രണയിക്കുമ്പോൾ മാത്രം അത്ര ഇന്നത്തെ പ്രണയമൊന്നുമില്ലല്ലോ. അന്നത്തെ പ്രണയം എന്നൊക്കെ വേറെയാണ്. അതൊരു മനസ്സും ഒരു ശരീരവും ഒരു ചിന്തകളും ആയിട്ടാണ് പോവാറ്. ഇന്നിപ്പോൾ ഈ സമയം കളയാൻ വേണ്ടിയുള്ളതാണ് പലരും, എല്ലാവരും എന്നില്ല, പലരും പ്രണയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മനസ്സിന് ഭയങ്കരമായിട്ടും വേദന ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയാണ് ഈ കവിതയ്ക്കുള്ളത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. ഇത്രയേറെ ഇല്ലെങ്കിൽ പോലും ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുരുകും വേദനയിൽ ആൺകിളിയ കഥ പാടി എന്ന് പാടുമ്പോൾ ഞങ്ങൾ സാറിന്റെ കൂടെ പാടി. മനസ്സിലായി? അത് ഈ പറഞ്ഞ പോലെ വർഷങ്ങൾ പോയതറിയത്. അതിൻ്റെ ഡയറക്ടർ മോഹൻ രൂപണം. അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. കുഞ്ഞു മൊയ്തീൻ കുട്ടിയാണ് അത് എഴുതിയത്. അപ്പോൾ ഇത് ഈ പാട്ടുണ്ടാക്കുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ഡയറക്ടർ മോഹൻ രൂപ പറഞ്ഞു, മോഹൻജി നമ്മളൊരു പുതിയ ആളാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് കവിത ലിറിക്സ് എഴുതാൻ. അപ്പോൾ നോക്ക്, കാരണം നമ്മൾ എത്ര നന്നായി ട്യൂൺ ചെയ്താലും ലിറിക്സ് കൊള്ളൂല്ലെങ്കിൽ നമ്മൾ വേസ്റ്റാണ്. അപ്പോൾ അല്ല, ഇയാൾ നന്നായി എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്, കുഞ്ഞു മൊയ്തീൻ കുട്ടി വരുന്നത്. അങ്ങനെ ആ പാട്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കിയാണ്. ഇത്രയും ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ചെറിയ കമ്പനിയാണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളൊന്നും വെച്ചിട്ടില്ല. കാരണം ചെറിയ ബഡ്ജറ്റ്, അന്ന് 5000 ഉറുപ്പ്യ കൊണ്ട് ആയിട്ടുള്ളത്. എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് മോഹൻ രൂപ. അപ്പോൾ പിന്നെ ഞാൻ പൈസ നോക്കിയില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ അല്ല, എന്നും ഞാൻ അങ്ങനെ പൈസ നോക്കാറുണ്ടായിരുന്നില്ല. മോഹൻ രൂപ ഒരു 5000 തന്നു. മോഹൻ കൊണ്ടൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കീബോർഡ്, ഒരു ഗിറ്റാറ്, ഒരു തബല, ഡോലക്ക്, ഇങ്ങനെ 2-4 ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് കമ്പോസ് ചെയ്ത റെക്കോർഡ് ചെയ്ത പാട്ടാണത്. അതിനകത്ത് ഒരു ഗിറ്റാറിൻ്റെ പീസുണ്ട്, അങ്ങനെ എന്തോ ട്യൂൺ ഇതുണ്ട്, ബിറ്റുണ്ട്. അതിനകത്ത് ഗിറ്റാർ വായിക്കുന്ന ആൾ പെട്ടെന്ന് മറന്നുപോയി. പക്ഷെ ഇത് കാരണം സ്റ്റുഡിയോ റെന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അതന്നെ ഓക്കെ ആക്കി, തെറ്റിനും കുഴപ്പമില്ലെന്നുള്ള വിചാരിച്ചിട്ട് അത് ഓക്കെ ആക്കി. അതെ, അത് ഇത്രയും നന്നാവും കാരണം ദാസാറിന്റെ വോയിസ് അതിനകത്ത് വന്നതാണ് കേട്ടോ. ദാസാർ അസലായി പാടി, അതിന്റെ തിങ്സുകളും അല്ല ഭയങ്കര പെർഫെക്ഷനോടെ കൂടിയാണ് അദ്ദേഹം അത് പാടിയത്. മറഞ്ഞുപോയി ആ മന്ദഹാസം, ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം. ഈ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതുകൊണ്ടല്ലോ ഞങ്ങളൊക്കെ അതിനകത്ത് പെട്ടുപോയ ആൾക്കാരാണ്. എന്ന് ചില വാക്കുകളെ നമ്മുടെ മനസ്സിലേക്ക് നിൽക്കാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അത് അറിയാതെ ഓരോ സാധനങ്ങൾ. അതാണ് അതിന് കൂടുതലും. ഇപ്പം നമ്മൾ നീർമിഴിപ്പിരിയിൽ ഓന്നൊക്കെ ഇട്ട പോലെ അത് അറിയേണ്ട ആ സമയത്ത് വരുന്നതാണ്. അത് ഇപ്പോൾ ലിറിക്സ് എഴുതുന്ന ആളുകളൊന്നും വിചാരിച്ചിട്ട് കൊണ്ടുവരില്ല. അത് നമ്മുടെ ഒരു മ്യൂസിക് ഡയറക്ടർ ആകുമ്പോൾ അതിൻ്റെയൊക്കെ അറിയാണ്ടൊക്കെ വരുന്നതാണ്. എങ്കിലും സാറിൻ്റെ ഇടയ്ക്ക് ഈ നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ മെലഡിയും കൂടെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അതിൽ ഈ രാരി രാരിരം ശരിക്കും പാടിയത്, മെലഡിയുടെ കാര്യമല്ല ഞാൻ പറയണേ, ശരിക്കും ഈ ഒരു താരാട്ടുപാട്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെ രാരി രാരിയവും വരുന്ന സമയത്ത് അത് പാടിയത് വേണുഗോപാലാണ്. ആ പാട്ടോടു കൂടിയാണ് വേണുഗോപാൽ ഹിറ്റാവുന്നത്. അത് ആദ്യത്തെ പാട്ടും കൂടിയാണ്. പിന്നീട് വന്ന പാട്ടുകൾക്കൊക്കെ ആ ഒരു ടോൺ തന്നെ, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണുഗോപാലിനെ ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ പാട്ടുകൾ അതേ ശ്രേണിയിൽ തന്നെ ഹിറ്റുമാണ്. ആ പാട്ട് ഒരുപക്ഷെ ഏറ്റവും ഇപ്പോഴും വേണുഗോപാലിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു സൗകുമാര്യം ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന പാട്ടായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിലും ഒരു അഭിമാനം ഇല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം വേണുവിൻ്റെ ആ ശബ്ദമാണ് ആ പാട്ടിനൊരു വേറെ തലത്തിലേക്ക് എത്തിക്കുന്നത്. അതുവരെ കേൾക്കാത്തൊരു ശബ്ദമായിരുന്നു വേണുവിൻ്റെ. ഒരു മിഡ് വോയിസിൽ ദാസാറിൻ്റെയും ജയേട്ടൻ്റെയും എല്ലാവരും ഓക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദം വന്നപ്പോഴാണ് അത് എല്ലാവരുടെയും മനസ്സിലേക്ക് അത് എത്തിയത്. അത് കാരണം വേണു നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയിലൊക്കെ പറഞ്ഞേക്കുന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് വേണു. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ പല ആട്ടപ്പരിപാടികൾക്ക് പോയിരുന്നു. അന്ന് ചിത്ര, ശ്രീകുട്ടൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ബാച്ച് ഉണ്ട്. ഇത് ഈ തല്ലിപ്പള്ളി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പണ്ട് പോയിരുന്നു. അതുപോലെ ഉണ്ണി വാവാവോ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, ആ താരാട്ടുപാട്ട്, അത് മദ്രാസിൽ AVM സ്റ്റുഡിയോയിലാണ് അന്ന് എടുത്തത്. അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഒരു ദിവസം 2 പാട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ 7 to 1 പിന്നെ 2 to 9 അങ്ങനെ. അപ്പോൾ അതിലത്തെ 2 പാട്ടും അങ്ങനെ ഒരു ദിവസം കൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഒരു ഉണ്ണി വാവാവോ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടേക്കായി. അപ്പോൾ അന്ന് ട്രാക്ക് പാടാൻ ഒരാളുണ്ടായിരുന്നു. ഈ ടേക്ക് സമയത്ത് തബല ബൂത്തിന് എന്തൊക്കെയോ ബഹളം കേൾക്കുന്നു. അസലായി വരുന്ന പോർഷനിൽ എന്നൊക്കെ ശബ്ദം കേൾക്കുന്നു. ഞാൻ 1-2 പ്രാവശ്യം കട്ട് പറഞ്ഞു, വീണ്ടും സൈലൻ്റ് ആയിട്ടിരിക്കണം എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു ഇതായിട്ട് പറഞ്ഞു.
അങ്ങനെ വീണ്ടും നോക്കുമ്പോൾ വീണ്ടും നല്ല ടേക്കിന് വന്ന് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും ശബ്ദം വരും. ഞാൻ കട്ട് ചെയ്ത് നിർത്തി. പിന്നെ ഞാൻ ഇറങ്ങി ഓരോരോ ബൂത്തുകൾ നോക്കുമ്പോൾ ഒരാൾ അടിച്ച് ഫിറ്റായിട്ട് ടാമ്പറിൻ ഇങ്ങനെ അടിക്കാനും വയ്യ, താളം മനസ്സിലാവുള്ള പുള്ളി അങ്ങനെ ഇരിക്കണം. എനിക്കാണെങ്കിൽ പെട്ടെന്ന്, കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് ചെയ്യണേ. അങ്ങനെ അയാളെ പിടിച്ച് മാറ്റി പിന്നീടാണ് അത് പാട്ടെടുത്തത്. മുദ്രയിലൊരു രസമുള്ള പാട്ടുണ്ട്, പുതുമഴയായി കൊഴിയാം മധുമയമായി ഞാൻ പാടാം എന്ന് പറയുന്ന സുധീഷ് അതിനകത്ത് പാടി അഭിനയിക്കുന്ന ഒരു പാട്ടാണ്. മമ്മൂക്ക അടുത്തിരിപ്പുണ്ടായി. രസമുള്ളൊരു പാട്ടാണ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പടമാണ് ശരിക്കും. ആ സ്പേസിൽ ആ പാട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ്. എം ജി ശ്രീകുമാറിന് നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ അതിന്റെ റെക്കോർഡിങ്? ട്രിവാൻഡ്രത്ത് തെരഞ്ഞെടുപ്പ് സ്റ്റുഡിയോയിൽ തന്നെയാണ് അത് റെക്കോർഡ് ചെയ്തത്. ആദ്യത്തെ 2 വരി കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ ചേഞ്ച് വരുന്നുണ്ട് സ്റ്റൈല്. അത് നമ്മൾ ലോഹിയേട്ടനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് തോന്നുന്നു. അപ്പോൾ ലോഹിയേട്ടനത്തെ അതിൻ്റെ സിറ്റുവേഷൻ മൂടൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അതിലേക്ക് ആ മൂഡിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഞാൻ പാട്ട് കമ്പോസ് ചെയ്തത്. പാട്ട് കമ്പോസ് ചെയ്ത് എൻ്റെ മനസ്സിനകത്ത് പെട്ടെന്ന് നമ്മൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വോയിസ് എത്തും. ആ വോയിസിൽ പാടിയ ആ പാട്ട് തന്നു വേറൊരു തലത്തിലേക്ക് എത്തും. അങ്ങനെ ഞാൻ പാട്ട് കമ്പോസ് ചെയ്ത് റെക്കോർഡിങ്ങിന് മുന്നേ ഹരിഹരനെ കൊണ്ട് പാടിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഹരിഹരനെ ട്രൈ ചെയ്യുന്നു. അദ്ദേഹം ഭയങ്കര ബിസി. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഏകദേശം സമയമായി. അങ്ങനെ പിന്നീടുള്ള ഒരാൾ ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ ശ്രീകുട്ടനാണ്. അങ്ങനെ ശ്രീകുട്ടൻ അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പാടിയിരുന്ന. അന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് സ്റ്റുഡിയോയിലൊന്നും AC ഒന്നുമില്ല. വിയർത്ത് കുളിച്ച് എന്തെല്ലാം ലിറിക്സിലെല്ലാം വിയർപ്പായി അങ്ങനെ കഷ്ടപ്പെട്ട് പാടിയ പാട്ടത്. ഈ ചില പാട്ടുകൾ കോമിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് തോന്നുന്നു ജഗദീഷ് ചേട്ടന്റെ ഒരു സിനിമയില് പഞ്ചമീരാവല്ലേ ചന്ദ്രൻ ഉദിച്ചില്ലേ അതൊക്കെ ഓർമ്മയുണ്ടാവും. ആ കാലഘട്ടത്തില് വേറൊരു സംശയം ചോദിക്കാനുള്ളത്, അതേപോലെ തന്നെ ജഗതി ചേട്ടൻ ഉത്സവമേളത്തിനകത്തൊരു പെർഫോമൻസ് ഉണ്ട്. എന്താണ്, തങ്കപ്പൻ എന്നോ പേര് വിളിക്കുമ്പോൾ പറയും ഞാൻ മനോജ് കുമാർ എന്ന് പറയുന്ന 2 സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് രാമ ശ്രീരാമ. അത് ശരിക്കും ഉർവശി ചേച്ചി എഴുതിയതാണെന്ന് എനിക്ക് 1-2 സ്ഥലങ്ങളിൽ കാണുന്നു. അത് എഴുതിയ ONV സാറ് തന്നെയാണോ? അത് ONV സാർ എഴുതിയതാണ്. നമ്മുടെ ദേവി ശ്രീദേവി ആ പാട്ട്, കാരണം ഒരു കഥാപ്രസംഗം ആ സിറ്റുവേഷന് അതാണ്. കാരണം അയാൾ കോപ്പി അടിച്ചിട്ട് ചെയ്ത സാധനമാണ്. അപ്പോൾ ONV സാറ് ആ മീറ്ററാണ് അത് എഴുതിയത്. അതേപോലെ തന്നെ ഞാൻ അത് ആ പാട്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ ചേട്ടൻ പാടിയത്. അദ്ദേഹം പാടുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു. ഒരു തോർത്തുമുണ്ടൊക്കെ എടുത്തിട്ട് തല കെട്ടിട്ട് ശ്രീരാമ പറഞ്ഞ് ഡാൻസ് ചെയ്തിട്ടാണ് അത് റെക്കോർഡ് ചെയ്തത്. അത് ഭയങ്കര രസമുള്ള സാധനം. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ പുള്ളി റെക്കോർഡിങ്ങിനും പാടിയത് ഈ സീത വരും. നമുക്ക് അനുകരിക്കാൻ പറ്റും. മുഖത്തിന്റെ എക്സ്പ്രഷൻ, ചുണ്ടിന്റെ ഒക്കെ എക്സ്പ്രഷനും ഭയങ്കര സൂപ്പർ സാധനമായിരുന്നു. ഈ ആ ഉത്സവമേളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു അമ്മയ്ക്കൊരു പൊന്നും കൂടം ആടിവരും തങ്കക്കൂടം അങ്ങനെ ഒരു സാധനമുണ്ട്. ഭയങ്കര ടെമ്പോ ഉള്ളൊരു പാട്ടാണ്. നമ്മള് അമ്മൻകൊടയൊക്കെ മഹോത്സവം പോലെയൊക്കെ ഉള്ള സാധനങ്ങൾക്ക് ഇത് വെച്ച് കളിക്കില്ലേ, അതിന്റെ പേര് എനിക്കറിയാം. കനകാട്ടോ എന്ന് പറയുന്ന സാധനമാണെന്ന് തോന്നുന്നു. അതിനകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് പറ്റുന്നൊരു താളമാണ് അതിനകത്ത് പിടിച്ചത്. അത് ശരിക്കും അത് ഫോക്ക് ടച്ച് എവിടുന്ന അതിന്റെ ഒരു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട അതിലേക്ക് വരും. അത് എങ്ങനെയൊക്കെ ഉണ്ടായി പോണതാണത്. നമ്മളിപ്പോ എന്താ പറയാ, ഒരു ഫോക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ആ സമയത്ത് ആ ലിറിക്ക് എന്താണ് കിട്ടി, ആ ലിറിക്സിന് എന്താണോ നമ്മൾ വേണ്ടത്, അതങ്ങനെ വന്നു പോകുന്നതാണ്. അത് നമ്മളെല്ലാം ലൈവ് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു വായിച്ചിരുന്നത്, തകിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. രമേശൻ നായരുടെ മനസ്സൊരു മാന്ത്രികക്കൂട്, മായകൾ തൻ കളിവീടിലെ പാട്ടാണ് അത്. പക്ഷേ ഈ പറയുന്ന സെന്റിമെന്റ്സ് നമുക്ക് തോന്നുന്ന അവസരങ്ങളിൽ നമ്മൾ ഇടുന്ന പാട്ടുകളിൽ ഒരെണ്ണമാണ്. ഇപ്പോഴും ആ പാട്ട് ഫ്രഷ് ആണ്. അതിനകത്ത് ഇങ്ങനെയാണ്: ഒരു നിമിഷം പല മോഹം അതിൽ വിരിയും ചിരിയോടെ, മറുനിമിഷം മിഴിനീരിൻ കഥയായി അത് മാറും എന്നുള്ള സാധനമാണുള്ളത്. രസമുള്ള വരിയാണ്. നമ്മളിങ്ങനെ അലിഞ്ഞിരുന്ന് കേട്ടുപോകുന്ന പാട്ടുകളിലൊന്നാണ്. പക്ഷേ രമേശൻ നായരുമായിട്ട് ചേർന്നിട്ട് വേറൊരു
വേറൊരു ടൈപ്പ് പാട്ട് ചെയ്തിട്ടുണ്ട് സാർ, അത് മറന്നുപോയെന്ന് അറിഞ്ഞൂടാ. അലസ കൊലുസ പെണ്ണ് അവളിൽ എനിക്കൊരു കണ്ണ്. അങ്ങനെ എന്തോരം പാട്ടാണ്. അത് ഭയങ്കര രസമല്ലേ, അതെ അതെ, എഴുത്ത് രസമില്ലേ, അലസ കൊലസ പെണ്ണ് അവളിൽ എനിക്കൊരു കണ്ണ്. അതായത് അങ്ങനത്തെ ഒരു പെണ്ണാണെന്നുള്ള അർത്ഥത്തിൽ അവതരിപ്പിക്കുന്ന ഭയങ്കര രസമുള്ള ഒരു വരിയാണ്. അങ്ങനത്തെ വരികളൊക്കെ പുള്ളിക്ക് പെട്ടെന്ന് കിട്ടും. ഭയങ്കര രസമാണ് പുള്ളികളെ ചില വാക്കുകൾ. മയിൽപീലിയിലെ പാട്ട് എഴുതിയ മയിൽപീലി രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ഒക്കെ എഴുതിയ മനുഷ്യനാണ് അലസ കൊലസ പെണ്ണു എഴുതിയതെന്നുള്ളത് ആലോചിക്കുന്നത് നമുക്കൊരു ഭയങ്കര സുഖമുള്ളൊരു സംഗതിയല്ലേ. ആ പാട്ട് നല്ലൊരു പാട്ടാണ്. മനസ്സ് ഒരു മാന്ത്രിക കൂട് കളി വീട്. ഈ പാട്ടുകളൊക്കെ ഇപ്പോ സാറിന് ഓർത്തെടുക്കാനേ പറ്റാതെ വരുമ്പോ ഒരു സങ്കടം വരുമോ? ഇല്ല, ഞാൻ അങ്ങനെ പറ്റതൊന്നും ഓർക്കാറില്ല. ഞാൻ അടുത്തത് എന്താണ് അതാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞത് ചിലപ്പോ എന്താ ഓർക്കാനൊക്കെ ശ്രമിക്കും, പക്ഷെ കിട്ടൂല. പിന്നെ അതല്ല, അത് ഓർത്തിന്നിട്ടിപ്പോ എന്തിനാ നമ്മൾ ഇനി അത്. ഞാൻ ഒരു നല്ല പാട്ടുണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. ഇനിയും നല്ല പാട്ടുണ്ടാക്കാനുള്ളൊരു അധ്വാനത്തിലാണ് ശരിക്കും. ചാണക്കിനകത്ത് റഹ്മാൻ സാറും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സാറല്ലേ എൻ്റെ ബീജി ചെയ്തത്? അതെ അതെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചെയ്തത്. അപ്പം അതിനകത്ത് റഹ്മാൻ നമ്മൾ വിളിക്കാൻ കാരണം അതിനകത്തൊരു കൊലുസിൻ്റെ ഒരു ഇതുണ്ട്. ഈ ഹീറോയിൻ ഓടുമ്പോൾ എന്നുള്ള സാധനമുണ്ട്. അപ്പം കമലഹാസൻ പുറകെ ഓടണം, അങ്ങനെ എന്തൊക്കെ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഇദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ് കമലഹാസൻ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് വലിയ മന്ന അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ റഹ്മാനെ വിളിച്ചത്. അതുപോലെ എന്താ പറയുക, അങ്ങനെ റഹ്മാനാണ് അതൊക്കെ ചെയ്തത്. ഈ ചാണക്യൻ ആ കാലഘട്ടത്തിൽ ടി കെ രാജീവ്കുമാറിൻ്റെ സിനിമയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന സിനിമയാണ്. അന്ന് അത്തരം ഒരു ടെക്നോളജിക്കൽ സിനിമയൊന്നും നമുക്കുണ്ടായിരുന്നില്ല. അന്നത് ഭയങ്കര ഹിറ്റായിട്ടുള്ള നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ത്രസിപ്പിച്ചൊരു പടമായിരുന്നു. അതിൻ്റെ ബീജം ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത്, ഓർമ്മയുണ്ടോ സാറിന്? അത് ബീജം ഞാൻ മുന്നേ ചെയ്തു, കമ്പോസ് ചെയ്ത്. നമ്മൾ അതിനകത്തൊരു തീമീസ് ഉണ്ട്. അങ്ങനെ തീമുണ്ട്. ഇത് അത് അങ്ങനെ റിവെഞ്ചിൻ്റെ ഒരു മൂഡാണ്. പക്ഷെ ആ റിവെഞ്ചിനകത്ത് ഇയാളുടെ ഫാമിലിയുടെ ഒരു ഇതുണ്ട്, അത് ഒരു പ്രണയം. അതാണ് ഒരു എന്താ പറയുക, ഒരു വിഷമം സംഭവങ്ങളൊക്കെ അതിന്റെ കൂടെ നമ്മൾ ഞാൻ ആഡ് ചെയ്തത്. അത് രണ്ടും കൂടെയാണ്. അയാളുടെ വില്ലത്തരം ഇല്ലെങ്കിൽ അയാളുടെ റിവഞ്ച് ഉണ്ടായത് എവിടെ നിന്നാണെന്നുള്ളത് മ്യൂസിക്കിൽ തന്നെ കൊണ്ടുവരിക. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. അന്നത് ആധുനികമാണ്, സിനിമ ആധുനികമാണ്. ഈ കാര്യങ്ങളൊന്നും നമുക്ക് അന്ന് കണ്ടു പരിചയമില്ല. ഇങ്ങനൊരു വില്ലൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നായകൻ, അത് വില്ലന്റെയും നായകന്റെ ഇടയ്ക്കുള്ളൊരു സാധനമാണല്ലോ. നമ്മൾ അയാളെ സ്നേഹിക്കുന്നു. ആദ്യഘട്ടത്തിൽ ആ ജയറാമിന്റെ ക്യാരക്ടർ കൂടെ നിൽക്കുന്നില്ല, പക്ഷെ പിന്നീട് കൂടെ നിൽക്കുന്നു. ഭയങ്കര രസമുള്ള സാധനം. അത് ഇങ്ങനത്തെ കീബോർഡ് ഇങ്ങനെ പ്രോഗ്രാമിംഗ് ഒക്കെ വളരെ കുറവാണ് അന്ന് തുടങ്ങിയിട്ടുള്ള കാലഘട്ടമാണത്. അങ്ങനെയാണ് ഞാനത്. കാരണം എപ്പോഴും നമ്മൾ ചില പടങ്ങൾക്ക് ഇങ്ങനത്തെ ചില പടങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ട് അത് വെച്ച് ഷൂട്ട് ചെയ്ത് ഭയങ്കര ഫീലായിരിക്കും. അപ്പോൾ ഈ അഭിനയിക്കുന്ന ആൾ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടും, അഭിനയത്തിൻ്റെ ഒരു സാധ്യത വളരെ കൂടും. അതേ സ്ഥാനത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ആവറേജ് ആയിരിക്കും, വലിയ ആക്ടേഴ്സിനൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ ഏറ്റവും നല്ല ചില തീമുകളൊക്കെ, പ്രണയത്തിൻ്റെ ചില തീമുകൾ അല്ലെങ്കിൽ ഒരു വിഷാദത്തിൻ്റെ ചില തീമുകൾ, അങ്ങനെയൊക്കെ മ്യൂസിക് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ആക്ടേഴ്സിനൊരു പടു ഗുണം ചെയ്യാതെ. തീർച്ചയായിട്ടും. ഇതിനിടയിൽ വിട്ടുപോകാൻ പാടില്ലാത്ത പേരാണ് ഗിരീഷ് ചേട്ടൻ്റെ പേര്. പിന്നെ അതില് കാനനക്കുയിലിന് കാതിലിടാനൊരു കാൽപ്പവൻ പൊന്ന് തരാമോ, കനകനിലാവിന് കയ്യിലിടാനൊരു മോതിരക്കല്ല് തരാമോ എന്നുള്ളൊരു പാട്ടുണ്ട്. അതില് ഓ ഓ സാധനം ഇല്ലേ, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. അത്
ഭയങ്കര രസമാണ് തുടങ്ങുന്നത്. അത് ശ്രീകുമാറും പിന്നെ രാധിക തിലകും കൂടിയ രാധിക തിലക്. കാനന കുയിലേന് താലിയിടാനൊരു മോതിര അങ്ങനെ എന്താണ് എന്തോ ഈ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പിന്നെ വരികള് എല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വരികളാണ്. പണ്ട് കാലത്ത് അദ്ദേഹം നമ്മുടെ ബിച്ചേട്ടനാണ് അനുകരിച്ചിരുന്നത്. അന്നൊക്കെ എന്നോട് പറയും, മണിട്ടാ അദ്ദേഹത്തിൻ്റെ പ്രത്യേക വരികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പുള്ളി ഒരുപാട് ഇങ്ങനെ ശ്രദ്ധിക്കുക പണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഗിരീഷ് സത്യത്തിൽ നമ്മളെ വിട്ടുപോയത് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എത്ര നല്ല പാട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കാം. ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് ഗിരീഷിൻ്റെ ഫസ്റ്റ് ഫിലിമാണോ സെക്കൻഡ് ഫിലിമാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി ഒരു പടമുണ്ട്. അന്നാണ് ഗിരീഷ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഡയറക്ടർ ഹരിദാസ് ഇങ്ങനെ ഒരു പുതിയ ആളാണ്, നമുക്ക് അദ്ദേഹത്തിന് ട്രൈ ചെയ്യിച്ചാലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരിനെ വിളിച്ചത്. ഞാൻ ഈ അതിനകത്തൊരു പാട്ടിന് എനിക്ക് ഓർമ്മയില്ല. ആ ട്യൂൺ ഇടുമ്പോൾ തന്നെ പുള്ളി പെട്ടെന്ന് എഴുതിയ പാട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ ഭയങ്കരനാവുമല്ലോ. അങ്ങനെയാണ് പുള്ളി, പിന്നീടാണ് പുള്ളി വലിയൊരു അവസ്ഥയിലേക്ക് പുള്ളി എത്തുന്നത്. ഈ യൂട്യൂബിൽ ഇപ്പോഴും ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന 2024 കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ് ഈ മിസ്റ്റർ ബ്രഹ്മചാരിയിലെ കാനന കുയിലിന് കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാം. ഇപ്പോഴും മീനെ മോഹൻലാൽ കോംബോ പറയുമ്പോഴൊക്കെ ഈ പാട്ടാണ് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അസാധ്യ പാട്ടാണ്. ഈ പുള്ളിയുടെ നെറ്റിമേലെ പൊട്ടിട്ടാലും തഞ്ചാവൂർ പട്ടു ചുറ്റിപ്പൂ വെച്ചാലും സാർ ഓർക്കുന്നുണ്ടോ? നെറ്റിമേലെ പൊട്ടിട്ടാലും അത് ഭയങ്കര രസമാണ്. അതെ അതെ അതെ, ശരിക്കും വല്യേട്ട എന്ന് വിളിക്കും പോലെ നമുക്ക് തോന്നുന്ന ഒരു സാധനം തമിഴ് കൂടെ മിക്സ് വല്യേട്ടനിലെ വർക്ക് ഓർക്കുന്നുണ്ടോ സാർ? ഇപ്പൊ അത് ഓർമ്മയില്ല. കാരണം ഗിരീഷിനൊക്കെ ഇങ്ങനത്തെ ഒരു പ്രത്യേക തരം വരികളൊക്കെ വെച്ച് തന്നെ പൊലിപ്പിക്കും സാധനം. നമ്മളൊരു ട്യൂൺ എപ്പോഴും ഒരു ട്യൂൺ ആവറേജ് ആണെങ്കിൽ ചില വരികളെ കൊണ്ട് അത് ഭയങ്കരമായിട്ട് നല്ലൊരു പാട്ടായി മാറും. ഷാർജ ടു ഷാർജ എന്ന് പറഞ്ഞ ജയറാമിന്റെ സിനിമയില് ഒരു സാധനം ചെയ്തിട്ടുണ്ട്. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ അതിന്റെ ഫ്രണ്ടിലൊരു വേറെ കുറെ അറബിന്റെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ടാണ്. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് റെക്കോർഡിങ് ടൈമിലാണ് അതൊക്കെ തോന്നുക. റെക്കോർഡിങ് പാടാൻ വരുന്ന സമയത്ത് നന്നായി പാടുന്ന ആളുകളെ തെരഞ്ഞെടുത്തിട്ട് കോഴ്സൊക്കെ പാടാൻ വരുമ്പോഴേ അത് നന്നായി പാടുന്ന ആളുകൾ തെരഞ്ഞെടുത്തിട്ട് പിന്നെ ആ സമയത്ത് എന്തോ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ തന്നെ പറഞ്ഞു അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് എനിക്ക് പാട്ടുണ്ട്. നീ എന്റെ പാട്ടിൻ ശ്രീരാഗമായി, നീ എന്റെ പാട്ടിൻ മാറോട് ചേർക്കും മൺവീണയായി. അതെ 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 അതെ, അത് ഗിരീഷാണ് എഴുതി. സ്വർണ്ണലത പാടിയിട്ടുള്ള മണിമുകിലേ മണിമുകിലേ, അത് വേറെ സാധനമായിരുന്നു. സ്വർണ്ണലത ചേച്ചിയുടെ വോയിസ് വേറൊരു സംഗതിയായിരുന്നല്ലോ. കുബേരനിലായിരുന്നു. കുബേരൻ എന്ന് പറഞ്ഞ. അതെ, കുബേരനില് സ്വർണ്ണലതനെ പാടിപ്പിക്കാനുണ്ടായിരുന്ന കാരണം ഹിസ് ഹൈനസ് അബ്ദുളുടെ റീ റെക്കോർഡിന് മദ്രാസിൽ അവള് കോറസ് പാടാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് അതിനകത്ത് ഏതോ കുറച്ച് സോളോ പോർഷനൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്, ഹമ്മിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ മണിമുകിൽ എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് അതൊരു പ്രത്യേക വോയിസാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക വോയിസ് ഉണ്ടെങ്കിൽ പാട്ടിന് കുറച്ചുകൂടി നന്നാവും എന്ന് വിചാരിച്ചിട്ടാണ് മദ്രാസ് എന്ന് സ്വർണ്ണലതനെ ഇവിടെ വിളിച്ച് ഞാൻ പാടിപ്പിച്ചത്. വക്കാലത്ത് നാരായണൻകുട്ടിയില് വാനവില്ലേ മിന്നൽ കൊടിയെ വാനവില്ലേ മിന്നൽ കൊടിയെ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഗിരീഷേട്ടനുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ഹിറ്റായില്ല. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ ആ കാലഘട്ടത്തില് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടുകളായിരുന്നു. ഒന്നും ഞങ്ങൾ വിട്ടുപോയിട്ടില്ല. ചിലപ്പോ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ ഒരു തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ടൈമിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഇപ്പോൾ എടുത്ത മുഖ്യധാരയിലൊന്നും നമ്മളില്ല. അങ്ങനെ വരുമ്പോൾ സ്ട്രെസ്സോ എന്തെങ്കിലും വന്നിട്ടൊക്കെ ഇതിനകത്ത് എങ്ങനെയാ ആ കോൺഫ്ലിക്റ്റ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് സാർ? ഇപ്പോൾ സിനിമയിലേക്ക് പറഞ്ഞെങ്കിലുള്ള ലൈഫ് അത് തന്നെയാണ് ഞാൻ എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനല്ല മ്യൂസിക് ഡയറക്ടർ ആക്കിയത്, എന്നെ ദൈവമാണ് മ്യൂസിക് ഡയറക്ടർ ആക്കിയത്. അന്നത്തെ മോഹൻ തന്നെയാണെന്ന് ഞാൻ അത് കാരണം എനിക്ക് എന്താ പറയുക,
അങ്ങനെ ഒരു വിഷമോ ആ കാര്യങ്ങളും ചിന്തിച്ചിട്ടില്ല. ഉം. അത് എന്നുവെച്ചാൽ ഞാൻ ദൈവത്തിലാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്. അത് ദൈവം ഒന്നുമില്ലാത്ത തന്നെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ മോശത്തരാക്കിയല്ലോ, അപ്പോൾ ആ ദൈവം ഇനി എന്തെങ്കിലും വഴി കാണും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വിഷമിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു, പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരു സുഖമുള്ള വേദനയുണ്ടല്ലോ. അതൊക്കെ എന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യുന്നതും നമ്മൾ മദ്രാസിൽ പോണതും അവിടെ ആളുകളെ കൊണ്ട് പാടിപ്പിക്കുന്നതും റീ റെക്കോർഡിങ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതാണ്, ഒരു 5-6 സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. അതൊക്കെ ഒന്നിങ്ങനെ ഓർക്കുമ്പോഴേ ഞാനിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പണ്ട് ദീപസ്തംഭം മഹാശ്ചര്യം ചെയ്യുമ്പോൾ ചാനലോരെ കുറേ ആളുകൾ വരും. അപ്പം എനിക്കിത് കാണുമ്പോൾ കയ്യും കരിമെഴുതി ഇറക്കി ക്യാമറയുടെ മുകളിലൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ ഇപ്പോൾ ഏഷ്യനെറ്റിൻ്റെ ഏതോ ക്യാമറമാൻ വന്നിട്ട് ഇങ്ങനെ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ എന്താ പറയേണ്ടതെന്നൊരു പിടി രണ്ട് ഞാൻ നേരെ ബാത്റൂമിൽ ചെന്ന് കഥകൾ അടച്ച് ഒളിച്ചിരുന്നു. മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയതിനു ശേഷമാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. ഈ ഒളിച്ചിരിക്കൽ സാറ് പറഞ്ഞപ്പോഴാണ്, സാറിന് ഈ റീ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം ഫോഴ്സ്ഫുള്ളി എത്തിക്കുമ്പോൾ സാർ ഇതേപോലെ ഒളിച്ച് 2 ദിവസം മുങ്ങിപ്പോയിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ 1 മുതൽ 0 വരെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിജോ സാറും പിന്നെ ശേഖർ എന്ന് പറഞ്ഞ എഡിറ്ററുണ്ട്. അദ്ദേഹം ചിത്രാഞ്ജലിയിലും മൂവേളിലും ഈ ഇത് കംപ്ലീറ്റ് കാണിച്ചു. ആദ്യം തിയേറ്ററിൽ കാണിച്ചു, പിന്നെ മൂവേളിൽ കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ഫോൺ വരുമ്പോൾ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഒരു മ്യൂസിക്, ഫോൺ കട്ടാവുമ്പോൾ മ്യൂസിക് നിൽക്കണം. അതിനുശേഷം അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ ഇങ്ങനെ മ്യൂളയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണോ പേടി, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. അങ്ങനെ രാജു പറഞ്ഞു, വാ നമുക്ക് പോവാം, മദ്രാസിൽ പോകാമെന്ന് പറഞ്ഞു. മദ്രാസിൽ പോയി ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു. എനിക്ക് എന്താ ചെയ്യണമെന്നൊരു പിടി കിട്ടണില്ല. അങ്ങനെ രാജുവേ, എനിക്ക് ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങി. എന്നിട്ട് ഞാൻ ചേട്ടനോട്, എൻ്റെ മൂത്ത ചേട്ടനുണ്ട്, എന്നെ ഈ ഫീൽഡിലേക്ക് കൈപിടിച്ച ചേട്ടൻ, കൈപിടിച്ച് കൊടുക്കുന്ന ചേട്ടൻ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് പറ്റണല്ലോ, എനിക്ക് ടെൻഷൻ ആവുന്നു, എന്താ ചെയ്യണമെന്ന് എനിക്ക് പിടിയില്ല. അപ്പം നീ പാട്ട് ചെയ്തല്ലോ, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ, ഇത് നിനക്ക് ചെയ്യാൻ പറ്റും, പോയി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ രാജീവ് കുമാർ വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം മദ്രാസിലേക്ക്, വാടാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരുടെയൊക്കെ നിർബന്ധപ്രകാരം ഞാൻ പോയി ഇതിൽ സ്ക്രീനിൽ കണ്ടു. അപ്പോൾ നമ്മൾ ഇന്നൊക്കെ റീ റെക്കോർഡിങ് വളരെ എളുപ്പമാണ്, ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. മറ്റേതല്ല, നമ്മളിപ്പോൾ സിനിമ അങ്ങനെ ഒരു റീല് നമ്മളോട് 10-20 മിനിറ്റ് ഉണ്ടാവും ആ റീല്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എഴുതും, ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. പൂർണ്ണിമ ചേരാൻ അയാളെ നോക്കുന്നു, അതിനുശേഷം മകൾ ഓടി വരുന്നു, ഇങ്ങനെ പിന്നെ എൻ്റെ മോഹൻലാലിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ കംപ്ലീറ്റ് എഴുതിക്കും. അതിനുശേഷം നമ്മൾ അസിസ്റ്റൻറ്റിനെ വിളിക്കും. അപ്പോൾ ഒരു ഉദ്ദേശം കണക്കാണ് കേട്ടോ. അപ്പോൾ ഒരു പൂർണ്ണിമ ജയറാം മകളായിട്ട് സംസാരിക്കുന്ന അവിടെ മ്യൂസിക് വേണമെന്നാണ്. അത് ഉദ്ദേശം ഒരു 10 സെക്കൻഡ് 1 സെക്കൻഡ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിനകത്ത് ഇരുന്നിട്ട് ഇത്ര സമയം ഉദ്ദേശം വെച്ചിട്ട് അത് കമ്പോസ് ചെയ്യും, എന്നിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ ഫസ്റ്റ് റീലിൻ്റെ മ്യൂസിക് ചെയ്ത് പിന്നെ എല്ലാവരും വായിച്ച് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നിനെ കെട്ടിപ്പിടിച്ചു. അന്ന് 24 വയസ്സ് അങ്ങോട്ടുള്ളൂ. അപ്പോൾ എനിക്കണക്ക് എന്താ പറയുക, ഭയങ്കര ഇതായിപ്പോയി. അങ്ങനെ രാജീവ് അതെ, ജിയോ സാർ അതെല്ലാവരും എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു, അസലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ആ പഠനം ചെയ്തത്. ഇപ്പോൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ, തോട്ട്സോ എന്തെങ്കിലും ഒരു വരിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ചെയ്യാനോ, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒരു സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്? ഇപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുമോ? ഞാൻ റെക്കോർഡൊന്നും ചെയ്ത് വെക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് പറ്റും. അത് പറഞ്ഞില്ലേ, ഒരു ലിറിക്ക് കിട്ടിയാൽ ഉടനെ തന്നെ എനിക്ക് കമ്പോസ് ചെയ്യാം. ആ സിറ്റുവേഷൻ കിട്ടിയാൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് കമ്പോസ് ചെയ്യാം. അപ്പോൾ ഞാൻ മുന്നേ അങ്ങനെ നോക്കുന്നില്ല. പിന്നെ പാട്ടുകൾ ഇങ്ങനെ കുറെ കേൾക്കും, അതൊക്കെ തന്നെ. പിന്നെ അതുപോലെ എനിക്ക് എഴുത്തിൻ്റെ ചെറിയൊരു അസുഖമുണ്ടേ, അതിങ്ങനെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കും. ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു 2 വരി പറഞ്ഞാൽ സാറിന് ഇപ്പോൾ മ്യൂസിക് ചെയ്ത് തരാൻ പറ്റും? പിന്നെന്താ, എന്നാ ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ശ്രുതി കിട്ടുന്നില്ല, അതാണ്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കാണുന്നവർക്ക് എന്താ പോലെ അപശ്രുതി പാടെന്ന് പറയേ. കോമിക്കാണ് കൂടുതൽ വേണ്ടത്. നോക്കാം അല്ലേ.
என்னடியே என்னடியே நீ என் கீழாவில சுந்தரி അടുത്തു വന്ന കാന്താരേ നീ എൻ കിനാവിലെ സുന്ദരി അടുത്തു വന്ന കാന്താരി അടർത്തി മാറ്റിയ മെമ്മറി എൻ ഹൃദയത്തിലെ നൊമ്പരം നാട്ടുകാർക്ക് ചിരി മരുന്നല്ലേ നാട്ടുകാർക്ക് ചിരി മരുന്നല്ലേ നീ എൻ കിനാവിലെ സുന്ദരി അടുത്തു വന്ന കാന്താരി ഇനി തന്നെ വേറെ ടൈപ്പ് വെക്കാം ഒരു പ്രണയ രാഗത്തില് നീ എൻ കിനാവിലെ സുന്ദരി അടുത്തു വന്ന കാന്താരി നീ എൻ കിനാവിലെ സുന്ദരി അടുത്തു വന്ന കാന്താരി അടർത്തി മാറ്റിയ മെമ്മറി നിസ നിസ നി നി പ പ സ നി പ മ പ മ രി പ നി രി സ ഓ അടർത്തി മാറ്റിയ മെമ്മറിയൻ ഹൃദയത്തിലെ നൊമ്പരം. ഇങ്ങനെയൊരു പാട്ടുണ്ടാവുന്ന മനസ്സിലായി. എനിക്ക് പറഞ്ഞ പോലെ ഹാർമോണിന്റെ ശ്രുതി ഇല്ലെങ്കിലേ അത് കേൾക്കുന്നില്ല. ഏതായാലും അസാധ്യമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇനി ഉണ്ടാവട്ടെ. പിന്നെ ഞാൻ വിട്ടുപോകുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. എൻ്റെ മെമ്മറിയിലേക്കും ഇപ്പോൾ വന്നിട്ടുള്ള പാട്ടുകൾ മാത്രമാണ് ഞാൻ സാറിൻ്റെ ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് പാട്ടുകൾ വിട്ടുപോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കിപ്പോൾ അത്യാവശ്യം സംസാരിക്കാൻ പറ്റിയ കുറേ പാട്ടുകൾ ഞാൻ സംസാരിച്ചു എന്ന് മാത്രം. പാട്ടിലൂടെ എന്തായാലും മലയാളി ഒരിക്കലും മറക്കില്ല. അത്രമാത്രം പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്, പല ജോണറിൽ തന്നിട്ടുണ്ട്. അത് ഇനിയും തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ദൈവം അനുവദിച്ചാൽ ഒരുപാട് സങ്കടമുള്ള സമയത്തൊക്കെ ഞാൻ എൻ്റെ അരികെ അദ്ദേഹം വന്ന് നിൽക്കുന്നപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. പല ഇപ്പോഴത്തൊരവസ്ഥ എന്ന് വെച്ചാൽ വർക്കുണ്ട്, പക്ഷേ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോഴൊക്കെ എന്നെ സഹായിക്കുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ ദൈവമാണ്. ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ നന്മയിലെ കൂടെ മാത്രമേ നമ്മൾ പറഞ്ഞു വിടുള്ളൂ. ഒരു നെഗറ്റീവ് കാര്യങ്ങളിലേക്കും നമ്മൾ മനുഷ്യന് തെറ്റൊക്കെ ഒരുപാട് തെറ്റുണ്ടാകും, പക്ഷേ അതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ആ ദൈവം, അതിന് അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് അദ്ദേഹത്തെ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കൂടുതൽ നല്ല വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള എല്ലാ സാഹചര്യം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട്.